കോഴിക്കോട് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള പൊതുയോഗമാണ് മാമി തിരോധാന കേസിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ വിശദീകരണ പൊതുയോഗത്തിൽ PV അൻവർ സംസാരിക്കും. വൈകിട്ട് 6:30 കോഴിക്കോട് മുതലക്കുളത്താണ് പൊതുയോഗം. നിലമ്പൂർ MLA PV അൻവർ പൊതുയോഗത്തിൽ പങ്കെടുക്കും. മാമി കേസിൽ നിന്ന് ഒഴിവാക്കാൻ പല മുതലാളിമാരിൽ നിന്നും അന്വേഷണ സംഘം പണം വാങ്ങി തുടങ്ങിയ ഗുരുതര ആരോപണം അൻവർ ഇന്നലെ ഉന്നയിച്ചിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇന്ന് വിശദീകരിക്കുമെന്നാണ് അൻവർ പറഞ്ഞത്. വിശദീകരണങ്ങളുമായി സാനിയോ മനോവി നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്തും ചേരുന്നുണ്ട്. നമുക്ക് ഇന്നലെ PV അൻവർ നിലമ്പൂരിൽ നടത്തിയ പ്രസംഗത്തിന്റെ രാഷ്ട്രീയ പ്രതിഫലനം എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രീജിത്ത് വിശദീകരിക്കുകയും ചെയ്യും. ഇരുവർക്കും ഗുഡ് മോർണിംഗ്. സാനിയോ, ഇന്നിപ്പോൾ കോഴിക്കോട് മാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പൊതുയോഗം കൂടാൻ പോകുന്നു. ആ പൊതുയോഗത്തിൽ ഇന്നലെ നിലമ്പൂരിൽ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തുനിന്നായിരിക്കുമോ PV അൻവർ കാര്യങ്ങൾ തുടങ്ങുക? ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്നലത്തെ പൊതുയോഗം നൽകിയ ഒരു ആത്മവിശ്വാസത്തിൽ നിന്ന് തന്നെയാവും ഇന്നും PV അൻവർ എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ വന്ന വലിയ ഒരു ആൾക്കൂട്ടം, 50 ആളുകൾ മാത്രമേ പങ്കെടുക്കൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും ഉണ്ടായ വലിയ ആൾക്കൂട്ടമൊക്കെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മാമി കേസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട്ടെ പല വ്യാപാരികളിൽ നിന്നും മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ പോലീസ് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളായിരിക്കും ഇന്ന് പറയുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ ഈ വിഷയങ്ങൾ തുടങ്ങുന്നത് തന്നെ മാമി കേസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം PV അൻവർ ഈ വിഷയങ്ങൾ, പോലീസുമായുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ റിദാൻ വധക്കേസും മാമി കേസും ഒക്കെയാണ് സൂചിപ്പിച്ചിരുന്നത്. അതിൽ മാമി കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടക്കാവ് CI അടക്കമുള്ള അന്നത്തെ CI ജിജീഷ് അടക്കമുള്ള ആളുകൾക്ക് ADGPയുമായി സഹകരിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ആദ്യം തന്നെ ആരോപണം PV അൻവർ ഉന്നയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ബാക്കി കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുമെന്നാണ് PV അൻവർ പറയുന്നത്. കൂടാതെ മാമിയുടെ ആക്ഷൻ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശദീകരണ യോഗം എന്നും പറഞ്ഞു. ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ ഒക്കെ തന്നെ ഇന്നും ഇവിടെയും സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മാമി കേസ് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആദ്യം 16 മണ്ഡലങ്ങളിലും പിന്നീട് കേരളത്തിലുടനീളവും പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ PV അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് കോഴിക്കോട്ടെ പൊതുയോഗവും. ഏതായാലും മാമിയുടെ കുടുംബമടക്കം പങ്കെടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സാനിയോ, ഞാൻ തിരിച്ചു വരാം. ഇനി ശ്രീജിത്തിലേക്ക് കൂടി ഒന്ന് പോയാൽ. ശ്രീജിത്തേക്ക് വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നിലമ്പൂരിൽ PV അൻവർ സ്വന്തം തട്ടകത്തിൽ നടത്തിയതൊരു ശക്തിപ്രകടനമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആ ശക്തിപ്രകടനം CPMലെയും ഇടതുപക്ഷത്തെയും നേതാക്കളെയും അണികളെയും ഒക്കെ അല്പം അമ്പരപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തിങ്ങി നിറഞ്ഞ പുരുഷാരം. പക്ഷേ അല്പം ആശ്വാസമായി CPM കേന്ദ്രങ്ങൾ പറയുന്നത് അതിൽ പങ്കെടുത്തവരിലേറെയും ലീഗിൻ്റെയും UDFൻ്റെയും ഒക്കെ അനുഭാവികളോ ചിലരെങ്കിലും അംഗങ്ങളോ ആണ്. ജമാഅത്തയുടെ ഭാഗമായി വന്നവരാണ്. ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് മാത്രം ഒഴുകിയെത്തിയവരാണ്. അവരൊന്നും ഒരു വലിയ സ്വാധീനം ഈ PV അൻവറിൻ്റെ പ്രസംഗത്തെ തുടർന്ന് നിലമ്പൂരിലെയോ മലബാറിൻ്റെയോ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ്. പക്ഷേ PV അൻവർ അതിസമർത്ഥമായി ഇന്നലത്തെ പ്രസംഗത്തിൽ ഈ ഫാസിസത്തിനെതിരെയുള്ള നിലപാട് പ്രഖ്യാപിക്കുകയും അതിൽ പാർട്ടിയേക്കാൾ താൻ കരുത്തുറ്റ ഒരു നേതാവാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്ന പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. എങ്ങനെയാണ് പൊതുവെ ഇന്നലെ PV അൻവറിൻ്റെ നിലമ്പൂരിലെ വിശദീകരണ യോഗത്തെ രാഷ്ട്രീയമായി ഇടതു കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്? ശ്രീജിത്ത്. അരുൺ, ഗുഡ് മോർണിംഗ്. PV അൻവർ ഇന്നലെ മലപ്പുറം നിലമ്പൂർ ചന്തക്കുന്നിൽ നടത്തിയ പൊതുയോഗത്തിൽ അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ഫലം ചെയ്യില്ല എന്ന വിലയിരുത്തലുകളെയുമാണ് ഞെട്ടിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു വലിയ തോതിലുള്ള ആൾക്കൂട്ടം അവിടേക്ക് എത്തി. പ്രത്യേകിച്ചും ഈ നിലമ്പൂരിൽ നിന്നുള്ളവർ മാത്രമല്ല, മലപ്പുറം ജില്ലയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഒപ്പം തന്നെ കോഴിക്കോട് നടക്കുമുള്ള ആളുകൾ അദ്ദേഹത്തെ കേൾക്കാനായി അവിടെ എത്തി. അവിടെ അത് ഏതെങ്കിലും തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെയും കോൺഗ്രസിൻ്റെയൊക്കെ ആൾക്കാരാണ് എന്ന വിലയിരുത്തൽ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ചില നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും ശരിയാണെന്ന് തോന്നുന്നില്ല. ഒന്നാമത് ജമാഅത്തെ ഇസ്ലാമിക്കോ അല്ലെങ്കിൽ ലീഗിനോ കോൺഗ്രസിൻ്റെയോ പ്രവർത്തകർ മാത്രമല്ല അവിടെ ഇന്നലെ ഈ പൊതുയോഗം കഴിഞ്ഞ് നമ്മുടെ പ്രതിനിധി അഷ്കർ അലി കരിമ്പ ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോൾ അവർ ചോദിച്ചത് ഞങ്ങൾ അൻവറിൻ്റെ നിലപാട് എന്താണെന്ന് കേൾക്കാൻ വന്നതാണ്. ആ നിലപാടിനാണ് പിന്തുണ. അപ്പോൾ കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സർക്കാരിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടും വലിയ തോതിൽ ഉള്ള ഒരു ജനവികാരമുണ്ട്.
ആ ജനവികാരത്തെ ആളിക്കത്തിക്കാനാണ് PV അൻവറിൻ്റെ ശ്രമം. അത്തരത്തിൽ ഉള്ള നിലപാടുമായി രംഗത്തിറങ്ങുന്നവർക്ക് ആളുകളുടെ പ്രോത്സാഹനവും പിന്തുണയും കയ്യടിയും കിട്ടുക സ്വാഭാവികമാണ്. അത്തരമൊരു കാര്യമാണ് ഇന്നലെ നിലമ്പൂർ ചന്തക്കുന്നിൽ സംഭവിച്ചതെന്ന് വേണം അനുമാനിക്കാൻ. എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പതിവ് അളവുകോൽ ഉപയോഗിച്ച് അൻവറിനെ അളക്കാൻ നിന്നാൽ അത് പുതിയ കാലത്ത് എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യം സംശയമാണ്. അത് അത്തരത്തിലുള്ള എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് PV അൻവർ നടത്തുന്നത്. അത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാവി നീക്കങ്ങൾക്ക് വിഘാതമാകും എന്ന വിലയിരുത്തൽ LDF ക്യാമ്പിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ മലപ്പുറം ജില്ലയിൽ എടുക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് ഇന്നലെ PV അൻവർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, വൈകാതെ ലോക്സഭയിൽ ഒരു ചോദ്യം വരും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ജില്ല ഏതാണ്? അതിനുത്തരം മലപ്പുറമായി മാറും. അപ്പോൾ ഒരു ബൈക്കിൽ ഒരാൾ സഞ്ചരിച്ചാൽ ആ ബൈക്ക് പോലീസ് പരിശോധനയിൽ പിടിച്ചാൽ 3 പേർക്കെതിരെയും കേസെടുക്കുന്നത് പോലെയുള്ള തെറ്റായ പ്രവണതകൾ മലപ്പുറത്തുണ്ട്. അത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ശക്തമായ ജനവികാരമുണ്ട്. ആ ജനവികാരത്തിൻ്റെ പ്രതിഫലനമായി കൂടി കാണണം. ഏതെങ്കിലും ഒരു ഈ അടച്ചിട്ട മുറിയിലിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടഞ്ഞ മനസ്സുകൊണ്ട് ഈ സംഭവത്തെ വീക്ഷിക്കാനായി ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIMൻ്റെ നേതാക്കൾ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ ഇത് തെറ്റും. അൻവർ ദീർഘകാലത്തേക്ക് ഈ ജനക്കൂട്ടത്തെ ഒന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം പോകെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകളുടെ മൂർച്ച അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന് ജനപിന്തുണ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യമൊക്കെ തീരുമാനിക്കുക. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അൻവർ ഉയർത്തുന്ന നിലപാടുകൾക്ക് അത് PV അൻവറിന് വ്യക്തിപരമായി കിട്ടുന്ന പിന്തുണയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ലഭിക്കുന്ന കയ്യടിയാണ്. അത് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ CPIM വലിയ തോതിൽ ഈ നമ്മുടെ PV അൻവറിൻ്റെ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്തുന്നുണ്ട്. പലയിടത്തും ഉദ്ദേശിച്ച ആൾക്കൂട്ടമില്ല. മാത്രമല്ല വരുന്ന ആളുകൾ തന്നെ സംശയത്തോടെയാണ്. പലരും ഈ അൻവർ ഉന്നയിച്ച വിമർശനങ്ങൾ മനസ്സിൽ പേർന്നവരുമാണ്. ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ ഭീഷണി മലബാറിലടക്കം മതന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കും, ഭാവി നീക്കങ്ങൾക്ക് വിഘാതമാകുമെന്ന് വിലയിരുത്തലുണ്ട്. പുറമേക്ക് എത്ര ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാലും വസ്തുത മറ്റൊന്നാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം.